കാരണം നമ്മളിന്ന് സെക്കൻഡ് കർണാട്ടിക് വാറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കർണാട്ടിക് വാർ സെക്കൻഡ്. കർണാട്ടിക് വാർ സെക്കൻഡ്. ഇപ്പോൾ ഫസ്റ്റ് കർണാട്ടിക് വാറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടതിന് ശേഷം ഇത് വന്ന് കാണുക കേട്ടോ. ഓക്കെ. എന്താണ് ഈ സെക്കൻഡ് കർണാട്ടിക് വാർ, അല്ലെങ്കിൽ സെക്കൻഡ് കർണാട്ടിക് വാറിന് ഉണ്ടായിരുന്ന സാഹചര്യം എന്തായിരുന്നു? ഇവിടെ ആ, രണ്ട് പ്രദേശങ്ങളാണ് ആ, ഉള്ളത്. ഒന്ന് അല്ലെങ്കിൽ ഈ ഒരു കർണാട്ടിക് വാർ സെക്കൻഡിൽ കാരണമായിട്ടുള്ള രണ്ട് പ്രദേശങ്ങൾ, ഒന്ന് ഹൈദരാബാദിനെ ചൊല്ലിയും മറ്റൊന്ന് ആ, നമ്മുടെ കർണാട്ടിക്കിനെ ചൊല്ലിയുമാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആ, ഇവിടെ ഈ ഹൈദരാബാദിലും അതുപോലെ തന്നെ കർണാട്ടിക്കിലും ഈ തുടർ ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അനന്തരാവകാശത്തെ ചൊല്ലി ഒരു പ്രശ്നം വരികയാണ്. അനന്തരാവകാശത്തെ ചൊല്ലി ഒരു പ്രശ്നം ഉടലെടുക്കുകയാണ്. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് സെക്കൻഡ് കർണാട്ടിക് വാർ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഹൈദരാബാദിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഹൈദരാബാദ് ആ, ഹൈദരാബാദിന്റെ ഭരണാധികാരിയായിരുന്നു ആര്? നമ്മളുടെ ആസഫ് ജ. ആസഫ് ജ എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു ഹൈദരാബാദിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇദ്ദേഹം 1748 മരിക്കുകയാണ്. 1748 ആസഫ് ജ മരണപ്പെടുമ്പോൾ അതിനെ തുടർന്ന് ഇതിന്റെ അനന്തരാവകാശത്തെ ചൊല്ലി അദ്ദേഹത്തിന്റെ മകനായ നാസർ യൂങ് വരികയാണ്. നാസർ യൂങ്. ഓക്കെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകന്റെ മകനായ, അതായത് പേരമകനായ മുസാഫിർ യുങ്ങും അവകാശം ഉന്നയിക്കണം. മുസാഫിർ യുങ്ങും അവകാശം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഹൈദരാബാദിൽ ഉണ്ടാകുന്ന പ്രശ്നം എങ്ങനെയാണ്? ഹൈദരാബാദിൽ അനന്തരാവകാശത്തെ ചൊല്ലിയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് ഹൈദരാബാദിന്റെ ഭരണാധികാരിയായ ആസഫ് ജ 1748 മരണപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകനായ നാസർ യുങ്ങും പേരമകനായ മുസാഫിർ യുങ്ങും തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. ഇതേ സാഹചര്യം തന്നെ കർണാടകയിലും ഉടലെടുക്കുന്നു. കർണാട്ടിക്കില് ഉണ്ടാകുന്ന ഒരു വിഷയം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഭരണാധികാരി അൻവാറുദ്ദീനാണ്. അല്ലെ, നമ്മൾ മുമ്പ് കണ്ടതാണ്, ഫസ്റ്റ് കർണാട്ടിക് യുദ്ധത്തിൽ കണ്ടതാണ്. അപ്പൊ ഈ അൻവാറുദ്ദീന്റെ ബന്ധുവായിട്ടുള്ള ചന്ദ്ര സാഹിബ് ഇവിടെ കർണാട്ടിക്കിലെ അവകാശവാദം ഉന്നയിക്കുകയാണ്. ചന്ദ്ര സാഹിബ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ബന്ധു, അൻവാറുദ്ദീന്റെ ബന്ധു, കർണാട്ടിക്കിന്റെ ഭരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അവകാശവാദം ഉന്നയിക്കുക. അപ്പൊ ഇതാണ് കോണ്ടെക്സ്റ്റ്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കർണാട്ടിക് വാറിന് പശ്ചാത്തലം ഒരുങ്ങുന്നത്. ഓക്കെ. അപ്പൊ ഇതുവരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്താ അതിന് ശേഷം സംഭവിക്കുന്നത്? ഇതില് ബ്രിട്ടനും ഫ്രാൻസും ഇടപെടുകയാണ്. അപ്പൊ ഈ വിഷയത്തിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ യൂറോപ്യൻ ശക്തികളായ ബ്രിട്ടൻ, ഫ്രാൻസ് ഇടപെടുകയാണ്. ഇവിടുത്തെ ഒരു ഇന്റേണൽ വിഷയമായിരുന്നു. ആ ഇന്റേണൽ വിഷയത്തിൽ ആരിടപെടുന്നു? നമ്മളുടെ ബ്രിട്ടനും ഫ്രാൻസും ഇടപെടാണ്. ബ്രിട്ടന് സ്വാഭാവികമായിട്ടും അൻവാറുദ്ദീന് പിന്തുണ കിട്ടി, അല്ലെ? നമ്മൾ മുമ്പ് കണ്ടു, ഫസ്റ്റ് കർണാട്ടിക് യുദ്ധത്തിൽ കണ്ടു, അൻവാറുദ്ദീന് നിരുപാധികമായി ബ്രിട്ടന് പിന്തുണ കൊടുത്തിരുന്നു. സോ അതുപോലെ തന്നെ ബ്രിട്ടൻ എന്ത് ചെയ്തു? അൻവാറുദ്ദീന് പിന്തുണ കൊടുത്തു. ഫ്രാൻസ് ആവട്ടെ മുസാഫിർ യങ്ങിനും പിന്തുണ കൊടുത്തു. മുസാഫിർ യങ്ങിനും പിന്തുണ കൊടുത്തു. അതുപോലെ തന്നെ ബ്രിട്ടന് അൻവാറുദ്ദീന് കൊടുത്തു. അതുപോലെ തന്നെ ആർക്ക് കൊടുത്ത? അൻവാറുദ്ദീനും കൊടുത്തു ബ്രിട്ടന്. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ നാസർ യങ്ങിനും ബ്രിട്ടൻ പിന്തുണ കൊടുക്കുകയാണ്. നാസർ യങ്ങിനും അൻവാറുദ്ദീനും ബ്രിട്ടൻ പിന്തുണ കൊടുക്കുന്നു. മുസാഫിർ യങ്ങിനും ചന്ദ്ര സാഹിബിനും ആരും പിന്തുണ കൊടുക്കുകയാണ്? നമ്മളുടെ ഫ്രാൻസ് പിന്തുണ കൊടുക്കുകയാണ്. ഈ രണ്ട് പ്രദേശത്തെ ഭരണാധികാരികൾക്ക് ബ്രിട്ടനും ഫ്രാൻസും പിന്തുണ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ശേഷം യുദ്ധമായി. സ്വാഭാവികമായിട്ട് യുദ്ധം നടക്കുന്നു. മുസാഫിർ യങ് എന്ത് ചെയ്തു? മുസാഫിർ യങ് പിതാവായ നാസർ യങ്ങിനെ വധിച്ചു. പിതാവായ നാസർ യങ്ങിനെ വധിക്കുകയാണ്.
കർണാടകയിൽ ചന്ദ്ര സാഹിബ് അൻവാറുദ്ദീനെയും പരാജയപ്പെടുത്തി. ചന്ദ്ര സാഹിബ് അൻവാറുദ്ദീനെയും പരാജയപ്പെടുത്തുന്നു. അപ്പോൾ വിന്നേഴ്സ് ആയിട്ട് വന്നത് രണ്ടുപേരും, അതായത് ഫ്രാൻസിന്റെ പക്ഷത്തുള്ള മുസാഫർ യങ്ങും ചന്ദ്ര സാഹിബും വിജയിക്കുകയും ഇവർ ഭരണത്തിലേക്ക് വരികയും ചെയ്യാണ്. അപ്പൊ അൻവാറുദ്ദീന്റെ മകനായ ഇതിനെ തുടർന്ന് ഈ അൻവാറുദ്ദീന്റെ മകനായ മുഹമ്മദ് അലി എന്ത് ചെയ്യാണ്? മുഹമ്മദ് അലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകന് തിരുച്ചിറപ്പള്ളി അഥവാ നമ്മുടെ ഇപ്പോഴത്തെ തിരുച്ചിറപ്പള്ളിയിലേക്ക് നാട് കടത്തപ്പെടുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് അഭയാർത്ഥിയായിട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നാട് വിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ മുഹമ്മദ് അലിക്കാര് ബ്രിട്ടൻ പിന്തുണ കൊടുക്കുകയാണ്. ബ്രിട്ടൻ പിന്തുണ കൊടുക്കുന്നു. ഈ ബ്രിട്ടന്റെ പിന്തുണയോടുകൂടെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടൻ എന്ത് ചെയ്യാണ്? തുടർന്ന് തിരിച്ചടിക്കുകയാണ്, നമ്മുടെ ഫ്രാൻസിനെ തിരിച്ചടിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 1751 റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ റോബർട്ട് ക്ലൈവും മുഹമ്മദ് അലി സഖ്യവും കൂടെ ചേർന്ന് ആർക്കോട്ട് പിടിച്ചടക്കുകയാണ്. ആർക്കോട്ട് എന്ന് പറയുന്ന പ്രദേശം പിടിച്ചടക്കുന്നു. ഈ ആർക്കോട്ട് പിടിച്ചടക്കുന്നു. തുടർന്ന് എന്ത് ചെയ്യാണ്? ബ്രിട്ടന് നമ്മുടെ ചന്ദ്ര സാഹിബിനെ തടങ്കലിലാക്കും ചെയ്യാണ്. ഓക്കെ, ബ്രിട്ടൻ ചന്ദ്ര സാഹിബിനെ തടങ്കലാക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് 1754 പോണ്ടിച്ചേരി ഉടമ്പടിയോടുകൂടെ സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിക്കുകയാണ് ചെയ്തത്. സെക്കൻഡ് പോണ്ടിച്ചേരി ഉടമ്പടിയോടുകൂടെ നമ്മുടെ സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ ആദ്യഘട്ടത്തിൽ നമ്മുടെ ഫ്രാൻസിന് ജയം ഉണ്ടാവുന്നു. പിന്നീട് റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസ് തിരിച്ചടിക്കുകയും ചന്ദ്ര സാഹിബിനെ തടവിലാക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയാണ്? 1754 നമ്മളുടെ പോണ്ടിച്ചേരി ഉടമ്പടിയോടുകൂടെ ഈ എന്താ പറയാ, നമ്മളുടെ ഈ സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1749 മുതൽ 1754 വരെയുള്ള പീരീഡിലാണ് നമ്മളുടെ സെക്കൻഡ് കർണാട്ടിക് വാർ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഗവൺമെന്റ് ഇതേ തുടർന്ന് നമ്മളുടെ ഗവർണറായിട്ടുള്ള ആരായിരുന്നു അവിടുത്തെ ഗവർണറായിട്ടിരുന്ന നമ്മളുടെ ഡ്യൂപ്ലക്സിനെ അദ്ദേഹം തിരിച്ച് ഫ്രാൻസിലേക്ക് തന്നെ ഗവൺമെന്റ് തിരിച്ചു വിളിക്കണം. അങ്ങനെ അദ്ദേഹം ഫ്രാൻസിൽ പോയി പിന്നീട് മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത്. സെക്കൻഡ് കർണാട്ടിക് വാറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ ഇതിൽ ഫാക്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ചു. ഇത് അനന്തരാവകാശത്തെ ചൊല്ലിയാണ്. സെക്കൻഡ് കർണാട്ടിക് വാർ അനന്തരാവകാശത്തെ ചൊല്ലിയാണ് നമ്മൾ കണ്ടു. 2 ഭാഗമാണ് ഇതിലുണ്ടായിരുന്നത്. ഒന്ന് ഹൈദരാബാദാണ്, 2 കർണാട്ടിക്കാണ്. ഹൈദരാബാദിന്റെ ഭരണാധികാരിയായിരുന്നു ആര്? ഹൈദരാബാദില് ആസഫ് ജാന്റെ ഭരണത്തെ തുടങ്ങി 2 പേര് ഇതിന് അവകാശം ഉന്നയിക്കുന്നു. ഒന്ന് നാസർ യുങ്ങും ഒന്ന് മുസാഫിർ യുങ്ങ് നാസറിയാനെ കൊലപ്പെടുത്തി അധികാരത്തിൽ വരുന്നു. ഇതേപോലെ നമ്മുടെ കർണാട്ടിക്കിൽ സംഭവിക്കുന്നുണ്ട്. കർണാടക പ്രദേശത്ത് ആരായിരുന്നു? നമ്മൾ അൻവാറുദ്ദീൻ ആയിരുന്നു. ആ അൻവാറുദ്ദീനും അതുപോലെ തന്നെ അവിടെ ചന്ദ്ര സാഹിബ് ഉണ്ടായിരുന്നു. ചന്ദ്ര സാഹിബ് എന്ത് ചെയ്യാണ്? നമ്മുടെ അൻവാറുദ്ദീനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വരികയാണ്. പിന്നീട് അത് സംഭവിക്കുന്നു. ഈ അൻവാറുദ്ദീന്റെ മകനായ മുഹമ്മദ് അലി തിരുച്ചിറപ്പള്ളിയിലേക്ക് നാട് വിട്ടു പോകുന്നു. അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു? അവിടെ നിന്നും ബ്രിട്ടന്റെ സഹായത്തോടെ ബ്രിട്ടൻ വീണ്ടും പിന്തുണ നൽകി
നമ്മളുടെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ തിരിച്ചടിക്കുന്നു. അതിനെ തുടർന്ന് ആർക്കോട്ട് പിടിച്ചെടുത്ത് ചന്ദ്ര സാഹിബിനെ തടങ്കലിലാക്കുന്നു. പിന്നീട് 1754 എന്താണ് പോണ്ടിച്ചേരി അല്ലെ, പോണ്ടിച്ചേരി സന്ധിയോടുകൂടെ യുദ്ധം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.